സ്ട്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യ കുർബാനയുടെ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നാളായില്ലേ നമ്മുടെ കടയിൽ വന്നിരുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇന്നെന്താണേലും കടയിൽ ഇരുന്ന വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി വരുത്താനുണ്ട് ചില കാര്യങ്ങളില്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നാണ്. പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയണം എന്നൊക്കെ തോന്നി. അപ്പൊ ഞാൻ മാത്രമല്ല, ആൻസൂട്ടനും നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ. ചേട്ടൻ ഇവിടെ ഇല്ല. ചേട്ടൻ അങ്ങ് ഇടുക്കി ജില്ലയും കഴിഞ്ഞ എറണാകുളം ജില്ലയും കഴിഞ്ഞ് അങ്ങ് തൃശ്ശൂർ ജില്ലയിലേക്ക് ഒന്ന് പോയേക്കാണ്. അപ്പൊ നമ്മളാണ് കട രാവിലെ വന്ന് തുറന്ന് ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ എന്റെ ജീവിതത്തിലൊന്നും ഇങ്ങനെ ഒരു കടയിലൊന്നും കയറിയിരുന്ന് കടയിലെ ക്യാഷ് കൗണ്ടറിലൊന്നും ഇരിക്കാൻ പറ്റുമെന്നോ അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ സാഹചര്യം മൂലം വന്ന് വെട്ടുപോയതാ. എനിക്കിഷ്ടം ആകപ്പാടെ എന്റെ പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് മാത്രമാണ് കേട്ടോ. ആക്ടിങ് ഒക്കെ ചുമ്മാ ടൈം പാസ്. ഒരുപാട് പേര് നമ്മുടെ റീൽസ് കണ്ടിട്ടും KPS ലളിത അമ്മയുടെ ആക്ടിങ് ഒക്കെ അതുപോലെയുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് സിനിമയിൽ ചാൻസ് കിട്ടും ചേച്ചി, ഉറപ്പായിട്ടും സീരിയലിൽ കയറാൻ പറ്റും, വെള്ളിത്തിരയിലും അല്ലാത്ത തിരയിലൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് അതിനോട് തീരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ആകപ്പാടെ ഇഷ്ടമുള്ള ഒരു ജോലി എന്ന് പറയാനായിട്ട് എനിക്ക് ടീച്ചിങ്ങേ ഇഷ്ടമുള്ളൂ. പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചാനലും അതുപോലെ കുറച്ച് പേരോടൊക്കെ മിണ്ടാം എന്നുള്ളതൊക്കെ കേട്ടോ. ഇന്ന് പോലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അങ്ങ് ട്രിവാൻഡ്രത്ത് നിന്നും ഒരു കൃഷ്ണപ്രിയയും അതിന്റെ മോളൊക്കെ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതല്ല. കൃഷ്ണപ്രിയയുടെ നാട് നമ്മുടെ നാട് തന്നെയാണ്. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ 2 വർഷം കൂടുമ്പോഴേക്കേ വരാറുള്ളൂ. വന്നു കഴിഞ്ഞപ്പോ എന്താണെങ്കിലും നമ്മളെ കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ കടയിൽ വന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളെ കാണാൻ വേണ്ടി തന്നെയായിട്ട് കുറച്ച് സമയം ചെലവഴിച്ചത് അങ്ങ് അപ്പുറത്തെ വണ്ടി ഇറങ്ങി റിട്ടേൺ ഓട്ടോ ഒക്കെ കിട്ടി. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് റിട്ടേൺ ഓട്ടോ കിട്ടി. അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇവിടെ ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടന്ന് നമ്മുടെ കടയിലെ കുഞ്ഞിനെ കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോ പിന്നെ വീഡിയോയും ഫോട്ടോയും ഒന്നും പബ്ലിക്, ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട്, അല്ലാതെ പബ്ലിക്കായിട്ട് വീഡിയോ ഫോട്ടോ ഒന്നും ഇടാൻ അവർക്ക് അത്ര താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മള് എടുക്കാത്തതാണ്. ഞാൻ അല്ലെങ്കിലും പൊതുവായി നമ്മുടെ വീഡിയോയിൽ നമ്മളെ മാത്രമേ ഉൾക്കൊള്ളിക്കാറുള്ളൂ. വേറെ ആരുടെ ഒരു വീഡിയോയോ ഫോട്ടോയോ ഒക്കെ ആരുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നവരുടെ മാത്രം ജസ്റ്റ് ഫോട്ടോ എന്ന് കാണിക്കത്തേ ഉള്ളൂ. വീഡിയോ എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എടുക്കാറില്ല. നമ്മളെ മാത്രം ബിന്ദു സ്ട്രീംസിൽ നമ്മൾ മാത്രം മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എല്ലാവർക്കൊന്നും അതിനോട് പബ്ലിക്കായിട്ട് വരാൻ താല്പര്യം ഇല്ലാത്തവരും ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞോ, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയായിരുന്നു. എന്റെ വീഡിയോയിൽ കൂടുതലും വരുന്ന കമന്റ് എന്താണെന്ന് അറിയാവോ? മുഖമൊക്കെ ഇങ്ങനെ ഇടിമിച്ചിരിക്കുക, ഷുഗർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഷുഗർ കൂടുതലാണോ നോക്കൂ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണോ നോക്കൂ. അങ്ങനെ ഞാൻ എന്താണേലും കഴിഞ്ഞ ദിവസം എനിക്ക് ചെറിയൊരു ക്ഷീണവും തളർച്ചയൊക്കെ തോന്നി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറുപ്പം മുതലാണെങ്കിൽ പ്രഷർ താഴാറുണ്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് പ്രഷർ എന്ന് പറഞ്ഞ സാധനം ഇല്ല, തീരെ താഴും. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങിയൊക്കെ തല ചുറ്റി വീഴാറൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തളർച്ച അതുപോലെ കുഴഞ്ഞു പോകാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നും ഡോക്ടർമാർ പറയും, എന്റെ പൊന്നു മോളെ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക, ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക, ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരം വീഡിയോയില് ചോറ് ആർക്കും കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഞ്ഞിവെള്ളം കുടിക്കാറുണ്ട്, എല്ലാം ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഷുഗർ ലെവല് തീരെ ലോയാ. എനിക്ക് ഷുഗർ ഇല്ല. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു എങ്ങനെയെങ്കിലും മധുരമൊക്കെ കഴിച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ ഷുഗർ കൂട്ടണം, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകൂട്ടോ എന്ന് പറഞ്ഞു. രാത്രി ഒരു 9:30 കൂടി എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി. നമ്മളെ ചേട്ടൻ രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഷുഗർ ആണ് ആദ്യം നോക്കിയത്, പ്രഷർ ആദ്യം നോക്കി. പ്രഷർ പിന്നെ കുറവാ. നമ്മുടെ വീട്ടിലും പ്രഷർ നോക്കുന്ന സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും എടുത്ത് നോക്കാറുണ്ട്. പ്രഷർ എനിക്ക് കുറവാ. പിന്നെ ശരീരത്തിൽ വെള്ളം തീരെ ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഈ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ച് കുടിയോട് കുടി. കാരണം എന്താണെന്നറിയാവോ? ഞാൻ ആശുപത്രി ചെന്നപ്പോ ആൻസൂട്ടനും ഉണ്ടായിരുന്നിട്ട് അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ എടുത്തത് ചേട്ടന്റെ ഫോണിലാ, ഇപ്പൊ എന്റെ ഫോണിലല്ല. അത് ചേട്ടന്റെ ഫോണിൽ കഴിയുമ്പോ ഹോസ്പിറ്റലിൽ കിടക്കണ കാഴ്ച കാണാൻ ഭയങ്കര കോമഡിയാ. അപ്പൊ അവിടെ ചെന്നു, പ്രഷർ നോക്കി, ലോ ഷുഗർ നോക്കി, ലോ ബ്ലഡ് കുറവ്, അയൺ കുറവ്. പിന്നെ എന്നാടാ എനിക്ക് കുറവുള്ളേ? എനിക്കൊന്നുമില്ല, എല്ലാം കുറവാ. അവസാനം വെള്ളമില്ല ശരീരത്തില്, വെള്ളത്തിന്റെ അളവും കുറവാണ്. അവസാനം എന്നെ ട്രിപ്പ് ഇട്ട് കിടത്താം. ക്ഷീണം, തലവേദന, ബോഡി പെയിൻ എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത തലവേദനയും ബോഡി പെയിനും ആയിരുന്നു. കൊളസ്ട്രോൾ ഇല്ല, അത് നല്ല കാര്യ. ഷുഗർ കുറവ്, പ്രഷർ കുറവ്, ബ്ലഡ് ഇല്ല, വെള്ളം ഇല്ല ശരീരത്തില്, അയണിന്റെ കുറവ്. അങ്ങനെ എനിക്കില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. പിന്നെ വീഡിയോയിൽ കാണുമ്പോഴേ ഇങ്ങനെ ഈ
ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വണ്ണം തോന്നും. അതാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ഭയങ്കര വണ്ണം ഉള്ളതായിട്ട് തോന്നും. പക്ഷെ നമ്മള് ഫോൺ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാണ് എടുക്കുന്നതെങ്കിൽ വണ്ണം തോന്നത്തില്ല. അതിൽ കുറച്ചുകൂടെ വണ്ണം നമ്മുടെ ഒറിജിനൽ വണ്ണം പോലെയൊക്കെ തോന്നുള്ളൂ. പിന്നെ നമ്മള് ടിവിയിലും ഫോണിലൊക്കെ കാണുമ്പോൾ ഒരാളെ ഭയങ്കര മുഴുപ്പായിട്ട് കാണൂലേ. സിനിമയൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആളെ ഭയങ്കര വലുതായിട്ട് കാണില്ലേ. സെയിം സാധനം തന്നെയാണ് നമ്മൾ ഫോൺ ക്യാമറയിൽ എടുക്കുമ്പോഴും കാണാൻ പറ്റുന്നത് കേട്ടോ. അതാണ് എനിക്ക് ഇത്ര മുഴുപ്പൊക്കെ തോന്നുന്നത്. പക്ഷെ മുഖം ഇടിമിച്ചെന്ന് പറഞ്ഞാല് ഇവിടെയൊക്കെ ഈ ഒരു സംഭവമൊക്കെ എനിക്ക് നേരത്തെ മുതലുള്ളതാണ്. നമ്മൾ കുറച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കൂടുതലായിട്ട് തോന്നാറുള്ളതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് അങ്ങനെ വണ്ണമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാരിറ്റി പറയാൻ വേണ്ടി വന്നതല്ല, പറഞ്ഞതാ. എന്നിട്ട് ട്രിപ്പ് ഇട്ട് കിടത്താന്ന് പറഞ്ഞു. ഒന്നുമില്ല, നന്നായിട്ട് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ കുറച്ച് ട്രിപ്പ് ഇട്ട് ക്ഷീണൊക്കെ മാറിയിട്ട് പോകാന്ന് പറഞ്ഞു. എനിക്ക് കുത്തിവെക്കാൻ പണ്ട് മുതലേ പേടിയാ. സിറിഞ്ചും നീഡിലൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേ ഞാൻ ചാടി ഇറങ്ങി ഓടും. പണ്ട് എനിക്ക് പനി വന്നിട്ട് അമ്മച്ചി എന്നെ എടുത്തോണ്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള പണ്ടപ്പള്ളി ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി. എടുത്തോണ്ട് പോയി, നടക്കാൻ തീരെ വയ്യ. അവിടെ ഡോക്ടറെ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്താ, നല്ല പനിയാ. ഡോക്ടർ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി എടുത്തു തന്നു. സിസ്റ്ററെ ഇഞ്ചക്ഷനിലെ നീഡില് പിടിപ്പിച്ചപ്പോഴത്തേക്കും സിറിഞ്ചിലെ നീഡില് പിടിപ്പിക്കുന്ന സമയത്ത് നീഡില് എടുത്ത് അതിനകത്തേക്ക് മരുന്ന് നിറച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഓടി വീട്ടിലെത്തി. ആ ടീമായിട്ട് എനിക്ക് അത്രയ്ക്ക് പേടി, ഇപ്പോഴും പേടിയാണ്, അന്നും പേടിയാണ് ഇഞ്ചക്ഷൻ. എന്റെ പൊന്നോ, അവരെടുത്തു വലിയ ഇത്രോ ഉള്ള വലിയ സാധാരണ മനുഷ്യന്മാരെയൊക്കെ കുത്തുന്ന ഒരു നീഡിലും സിറിഞ്ചൊക്കെ എടുത്തിട്ട് എന്റെ കയ്യിൽ തപ്പ് തുടങ്ങിയിരുന്നോണ്ട് അടിക്കുന്നു, കുത്തുന്നു, വാരുന്നു, എല്ലാം ചെയ്തു. ആദ്യം നമ്മുടെ എന്താണ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഒരു കുത്തി ചോര വരുത്തി അതിൽ നിന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് ഷുഗർ നോക്കി. പണ്ടൊക്കെ എന്റെ അവിടെയൊക്കെ നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ എന്തോ എന്താണ് റബ്ബർ ബാൻഡ് പോലൊരു സംഭവം കെട്ടി ഫിറ്റാക്കി വെച്ചിട്ട് ഒരു കുത്തു കൊടുക്കുമ്പോ ബ്ലഡ് വരുമല്ലോ. അപ്പൊ ഇതങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പള്ളി ആശുപത്രി സെന്റ് മേരീസിലാണ് പോയത്. പാവം സിസ്റ്റർമാര്, രാത്രി ഞാൻ അവരെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചു. ഒന്നൊരു സിസ്റ്റർ ആയിരുന്നു, അതായത് ഒരു കന്യാസ്ത്രീ ആയിരുന്നു, പിന്നെ ഒന്ന് നേഴ്സായിരുന്നു. എന്റെ പൊന്നോ, എനിക്ക് വയ്യ, പാവം തോന്നിട്ടോ സത്യം പറഞ്ഞാൽ. എന്റെ അവസ്ഥ, അവരുടെ അവസ്ഥ. അവരെന്റെ കയ്യിൽ തട്ടി മുട്ടി ഇവിടെ ഇവിടെ രണ്ട് കൈയും മാറി മാറി നോക്കിയിട്ട് ഒരു വെയിൻ പോലും കണ്ടെത്താൻ സാധിച്ചില്ല. വണ്ണം കാരണമായിട്ടില്ല, എന്റെ വെയിൻ ആവശ്യമില്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ പെടഞ്ഞു വരും. പക്ഷെ ഈ പെടഞ്ഞു വരുന്ന സാധനത്തിന് എന്താണെന്നറിയാവോ, മുഴുപ്പില്ല, ചെറിയ ഞരമ്പാണ് കയ്യിലൂടെ പോകുന്നേ. അങ്ങനെ അവരാണെങ്കിൽ തപ്പി 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 കുറെ മടുത്തിട്ട് അവസാനം സിറിഞ്ച് വെച്ചിട്ട് കുത്തി. സിറിഞ്ചാണെങ്കിൽ നീഡിൽ ഇങ്ങനെ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഞരമ്പിൽ നിന്ന് അടുത്ത ഞരമ്പിലേക്ക് പോയി, അവിടെ നിന്ന് വേറെ എങ്ങാണ്ടോടേക്ക് കയറിപ്പോയി. അങ്ങനെ രണ്ട് കൈയും ഒരു അന്യായ കുത്തി കിട്ടുന്നില്ല, വെയിൻ കിട്ടുന്നില്ല. ഇവിടെ കുത്തി നോക്കി, ഇവിടെ കുത്തി നോക്കി, ഇവിടെ കുത്തി നോക്കി, എല്ലായിടത്തും നോക്കിയിട്ട് കിട്ടിയില്ല. അവസാനം ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സിസ്റ്ററെ, ഞാന് വീട്ടില് ഒരു കിണർ വെള്ളം മൊത്തം കുടിച്ചു തീർത്തോളാം, എനിക്കിപ്പം കുത്തുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ പേർക്ക് എന്താണേലും അവര് ഇറങ്ങി പുറപ്പെട്ടല്ലോ, എന്താണല്ലോ അവര് എന്റെ ക്ഷീണം മാറ്റി വിടാനല്ലേ ഹോസ്പിറ്റലുകാർ നോക്കോളൂ. അപ്പൊ പേഷ്യന്റിന്റെ മുന്നിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെ അവരെ രോഗിയായിട്ട് തിരിച്ചു വീട്ടിൽ വിടത്തില്ലല്ലോ. അങ്ങനെ അവസാനം അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ചെറിയ പിള്ളേരെ കുത്തുന്ന നീഡില് എടുത്തോണ്ട് വന്നു, സിറിഞ്ചും. അങ്ങനെ ആ സംഭവം എന്റെ കയ്യിൽ ഇവിടെ കുത്തിവെച്ചു, ഒട്ടിച്ചു, മരുന്നിട്ടു. ഈ ചെറിയ സംഭവം ആയതുകൊണ്ട് എപ്പ തീരാനാ. ഞാൻ അതിന്മേലെ നോക്കി ഇരിപ്പ് തുടങ്ങി. ചേട്ടനാണെങ്കില് കുറച്ചു നേരം എന്റെ അടുത്ത് ഇരുന്നു. പിന്നെ വരാന്തയില് ചെയർ ഇങ്ങനെ നീളത്തിയുണ്ട്, അതേ കിടന്ന് പൂർക്കം വലിച്ചുറങ്ങി. ചേട്ടന് കാറ്റില്ല തണുപ്പില്ലാതെ പറ്റത്തില്ല. കുറെ നേരം കാറിൽ പോയി AC ഇട്ട് അവിടെ ഇരുന്ന് ഉറങ്ങി. അത്രയും നേരം ആൻസുകൂട്ടൻ എന്റെ അടുത്തുണ്ടായിരുന്നു. അവൻ എങ്ങും പോയിട്ടില്ല, അവൻ പേടിച്ചു പോയി, എനിക്കല്ല പറ്റുമെന്ന് ഓർത്ത്. അവന് ഭയങ്കരമായിട്ട് പേടിയായി പോയി. അപ്പൊ ഈ അടുത്ത അവന് ഓർമ്മ വെച്ചാൽ പിന്നെ ഒന്നും ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല, എന്നെ അങ്ങനെ ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടില്ലല്ലോ, കുഴഞ്ഞു വീണിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ ക്ഷീണം വരും, നമ്മൾ അന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും, ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന് പിന്നെ ചേട്ടന്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ടൊന്ന് ഞങ്ങളിരുന്ന് കുറെ നേരം വീഡിയോസ് കണ്ടു. എന്നിട്ട് ഈ സംഭവം തീരുന്നില്ല, പകുതിയായി, ഇനി പകുതിയും കൂടെ തീർന്നല്ലോ. അങ്ങനെ ഇരുന്നിരുന്നിരുന്നിട്ട് 12:30 1 മണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ ബോട്ടിലും തീർന്ന് ഞാൻ പതുക്കെ പതുക്കെ എഴുന്നേറ്റു. പക്ഷെ ഇത്രയും ഇതൊക്കെ കയറിയെങ്കിലും നമുക്ക് ഞാനൊരു എന്താണ് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ചെന്നത് ഹോസ്പിറ്റലിൽ. അതായത് ഒരു ഭാരം ഒട്ടുമില്ലാത്ത രീതിയൊക്കെ എനിക്ക് തോന്നുന്നത്, തലയൊക്കെ ഒരുമാതിരി ഇങ്ങനെ കിറങ്ങി പോകുന്ന അവസ്ഥയൊക്കെ ആയിരുന്നു, ക്ഷീണം കാരണേ. അപ്പം ഞാൻ ആ അവസ്ഥയിൽ തന്നെയാ തിരിച്ച് വീട്ടിലെത്തിയത്.
വീട്ടിലെത്തി എന്നെ കൊണ്ട് അവര് മരുന്നൊക്കെ തന്നു. അപ്പൊ ഡോക്ടർ കുറെ നിർദ്ദേശങ്ങൾ, നട്സ് കഴിക്കണം, അത് കഴിക്കണം, ആഹാരം നന്നായിട്ട് കഴിക്കണം, ഷുഗർ കൂട്ടാൻ വേണ്ടി മധുരം ഉള്ളതൊക്കെ കഴിക്കണം, പിന്നെ വെള്ളം ധാരാളം കുടിക്കണം, പിന്നെ പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം, ബീട്രൂട്ട് നന്നായിട്ട് കഴിക്കണം. അങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞു തന്നു. പിന്നെ ഉപ്പിട്ട് നാരങ്ങ വെള്ളം, ഉപ്പിട്ട് കഞ്ഞിവെള്ളം ഒക്കെ ധാരാളം കുടിക്കണം. ഇതൊക്കെ പറഞ്ഞു തന്ന് ഞാൻ വീട്ടിലേക്ക് വന്ന് മരുന്നും തന്ന് വീട്ടിൽ വന്ന് ഗുളികയും കഴിച്ചു. തലവേദന അന്നത്തേക്ക് കുറയുന്നില്ല, അങ്ങ് കൂടി കൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ ചേട്ടന് ഫാനില്ല, ഫാനിടാതെ പറ്റത്തില്ല. ചേട്ടൻ ഫാനിടാതെ കിടന്നോളാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ ആൻസിന്റെ അടുത്ത് അവന് ഫാന് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പം അവിടെ ഫാനിടാതെ അങ്ങ് കിടന്നു. എന്നിട്ട് ചേട്ടൻ അപ്പുറത്തെ മുറി ഫാനിട്ട് കിടന്ന്. അപ്പൊ ആൻസ് പറഞ്ഞു ഞാൻ ഉറങ്ങണില്ല, എന്തേലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞു. എനിക്ക് പാവം തോന്നിയിട്ട് 1 മണിയോ 2 മണിയൊക്കെ ആയി നമ്മൾ കിടക്കുമ്പോ, 2:30 എങ്ങാണ്ടായെന്നോ. അപ്പൊ എനിക്ക് പാവം തോന്നി, പാവം. അപ്പൊ ചേട്ടനാണെങ്കിൽ വൈകുന്നേരം വന്ന് ബാക്കി ഫുഡൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്തൊക്കെ കയറ്റി വെച്ചു. ചക്ക പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം ചക്ക പുഴുങ്ങിയോട് കൂടിയാണ് എനിക്ക് ക്ഷീണമായി തുടങ്ങിയത് കേട്ടോ, കുഴഞ്ഞൊക്കെ പോകാൻ തുടങ്ങിയ. അങ്ങനെ മേല് മൊത്തം വേദന, ഒരു രക്ഷയില്ല. ഞാൻ ഡ്രസ്സ് പോലും മാറാതെ അതേ ഡ്രസ്സിൽ തന്നെ കിടക്കുക. എന്നിട്ട് ഞാന് ഒരു സിട്രസ് എണ്ണങ്ങനെ എടുത്തങ്ങ് കഴിച്ചു. ഉറങ്ങുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങട്ടെ എന്ന് ഓർത്തേ. എന്നിട്ട് ഒരു 3:30 ആയപ്പോ ഞാൻ എഴുന്നേറ്റ് വെച്ചു. ഫാൻ ഇട്ടിട്ടില്ല, ചൂട് അങ്ങ് കൂടിയിട്ട് വേർത്തിട്ട് തലവേദന അങ്ങ് കൂടി. തലവേദന കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവനെ വിളിച്ചു, എടാ എനിക്ക് തലവേദന എടുക്കുവാടാ, ഫാനൊന്നും ഇടാവടാ ചോദിച്ചു. ഇവൻ നല്ല ഉറക്ക, കൊച്ചല്ലേ, ഉറങ്ങിപ്പോയി. ഞാൻ എന്നിട്ട് പതുക്കെ തപ്പി പിടിച്ച് എഴുന്നേറ്റ്. എനിക്ക് എന്തോ കുഴിയിലേക്കൊക്കെ പോകുമ്പോൾ തോന്നുന്നു കേട്ടോ, ഇങ്ങനെ വലിയ എന്തോ ഒരു ഗർത്തത്തിലേക്ക്, ഗുണാക്കേവിലൊക്കെ വീഴുമ്പോഴേക്ക് തോന്നുന്നു. ഭയങ്കര രസാ. എന്നിട്ട് ഞാൻ ചേട്ടന്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് നല്ല തലവേദന എടുക്കും. അപ്പൊ ഞാൻ ഇനി കണ്ണ് തുറന്ന് പിടിക്കുമ്പോ തലവേദന കുറയുമ്പോൾ തോന്നും, ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോ കട്ട തലവേദന. എന്നിട്ട് എനിക്ക് നല്ല ചൂട് ചായ വേണം, ഇട്ട് തരാമെന്ന് ചോദിച്ചു. ഒറ്റണത്തിന് ഞാൻ ഉറക്കിയിട്ടില്ല. അമ്മച്ചി നന്നായിട്ട് ഉറക്കിയിട്ടോ. ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോകണം അമ്മച്ചി നോക്കി. തിരിച്ചു വന്നതൊന്നും അമ്മച്ചി, ഞങ്ങള് താക്കോലും കൊണ്ടാ പോയ, വീടും പൂട്ടിട്ട്. അമ്മച്ചി ഇതൊന്നും പറഞ്ഞില്ല, അമ്മച്ചി നല്ല സുഖമായിട്ട് ഉറങ്ങി. എന്നിട്ട് എന്റെ അമ്മച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അസുഖം വന്നോർത്ത് ആദ്യം പിടിച്ചെടുക്കുന്ന സ്വഭാവം ഒന്നും പണ്ടും ഇന്നും ഇല്ല. പുള്ളിക്കാരത്തേക്കും അങ്ങനെ അസുഖം വന്നാലോ അവരും അത് പോകും, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയാ. അപ്പൊ എന്നിട്ട് ചേട്ടൻ പിന്നെ പാവം 3:30 എഴുന്നേറ്റ് പോയിട്ട് എനിക്ക് ചായ ഇട്ട് തന്നു. കടുപ്പത്തിൽ ഇടാൻ പറഞ്ഞിട്ട്, ചേട്ടൻ നോർമലി കടയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എങ്ങനെ ഇട്ടാലും ആ ഒരു രീതിക്ക് വരത്തുള്ളൂ. വലിയ കടുപ്പം വന്നില്ല, നോർമൽ ചായ ഇട്ട് തന്നു. ആ ചൂടോട് കൂടി ഒരു ഗ്ലാസ് കുടിച്ചു. അപ്പൊ എനിക്ക് പഞ്ചസാര ഇട്ട് വേണമെന്ന് വെച്ചാൽ എനിക്ക് വേണമെന്ന് പറയാം, ഷുഗർ ഇല്ലല്ലോ, അങ്ങനെയെങ്കിലും കുടിക്കണ്ടേന്ന് ഓർത്തിട്ട് അതും കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ രാവിലെ വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചേട്ടൻ രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞപ്പോഴും വിളിക്കും. എന്നിട്ട് രാവിലെ ഞാൻ പിന്നെ എഴുന്നേക്കുന്ന എങ്ങാണ്ട് 10 മണി ആകാറായപ്പോഴാ, 9 മണിയൊക്കെ ആകാറായപ്പോഴാ ചേട്ടൻ കടയിൽ പോകാൻ നേരത്തിട്ട് ഞാൻ തന്നെ കണ്ണു തുറക്കുക ചെയ്തതേ. എന്നെ വിളിച്ചോന്നുമില്ല. പാവം രാവിലെ എഴുന്നേറ്റ് പാത്രങ്ങളെല്ലാം കഴുകി ബാസ്കുവിനെയും കൊണ്ടുപോയി മൂത്രമൊക്കെ ഒഴിപ്പിച്ച് കൊണ്ടുവന്ന് എല്ലാ പണിയും, വീട്ടിലെ എല്ലാ സകല ജോലിയും ചെയ്ത് കടയിൽ പോവാൻ ഡ്രസ്സ് മാറി കഴിയുമ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. അപ്പൊ നല്ല നേരമൊക്കെ വെളുത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് ആ ഒരു ക്ഷീണം എന്ന് പറഞ്ഞാൽ ഗുളിക ഇപ്പോഴും തീർന്നിട്ടില്ല. മിനിഞ്ഞാന്ന് രാത്രിയിലായിരുന്നേ. ഗുളിക എപ്പോഴാണേലും തീർന്നിട്ടില്ല. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ദിവസം ഒരു ഗുളികയേ ഉള്ളൂ. രണ്ട് ഗുളിക സ്ഥിരം കഴിക്കാനുണ്ട്. പിന്നെ അവര് ORS തന്നിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാനായിട്ട്. പിന്നെ നല്ല തലവേദന ഉള്ളപ്പോൾ മാത്രം കഴിക്കാൻ പറഞ്ഞ് ഡോളോയും തന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഞാനാണെങ്കി ഇവിടെ നട്സ് വാങ്ങി. നമ്മൾ ഇന്നലെ ആൻസിന് യൂണിഫോം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ ഇന്ന് തൃശ്ശൂർക്ക് പോണോണ്ട് ഇന്നലെ തന്നെ കൊണ്ടുപോയി നമുക്ക് യൂണിഫോം ആൻസിന് എടുത്തു, തയ്പ്പിക്കാനും കൊണ്ട് കൊടുത്തു. പിന്നെ ഞാനെങ്ങും പോയില്ല. ഇന്നലെ ആയിരുന്നു ആൻസിന്റെ സ്കൂളിൽ നിന്ന് പുസ്തകം വിതരണം ചെയ്തത്, പുസ്തകവും നോട്ട് ബുക്കും. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു പോയി വാങ്ങണേന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പോയാ വാങ്ങിച്ച ആൻസിന്റെ കൈ കൊണ്ട് കൊടുത്തു. പേരൊക്കെ പറഞ്ഞപ്പോ ആൻസിന്റെ പേര് അവിടെ ഉണ്ടല്ലോ, നമ്മള് പുതിയ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടോ, നമ്മുടെ വീടിന്റെ അടുത്ത്, കടയുടെ അടുത്ത് തന്നെയുള്ള സ്കൂളാ. അപ്പൊ ചേട്ടൻ പാവം ചേട്ടർക്ക് പറയുവാണേ, ഞാൻ എത്ര നാളെ കൂടിയ പുസ്തകം വാങ്ങാൻ പോയെന്ന്, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പോയി. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ അവന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പുതിയത് വാങ്ങണമെന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുക. ചിലപ്പോ ഒരെണ്ണം സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. വാട്ടർ ബോട്ടിൽ, കുട, സംഭവങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെരുപ്പ് എടുത്തിട്ടില്ല. നമുക്ക് ചെരുപ്പ് കരിമണ്ണൂരിൽ നിന്ന് എടുക്കാമെന്ന ചേട്ടൻ പറഞ്ഞു. അങ്ങനെ നമ്മള് ചെരുപ്പ് വാങ്ങാനുണ്ട് ഇനി. അറിയുന്ന കടക്കാരുടെ, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ അതും ഓക്കെ ആക്കണം. അപ്പൊ ഇവന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഓക്കെ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മളിങ്ങനെ കടയിൽ വന്നിരിക്കുകയാണ്. ആദ്യ കുർബാന
ഭംഗിയായിട്ട് കഴിഞ്ഞോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടില്ല. കാരണം ഇവൻ തന്നെ ചളമാക്കി കുളമാക്കി കയ്യിൽ തന്നു. ഇവന് പള്ളിയിലെ കാര്യം പറഞ്ഞ് നമ്മൾ ഒരുക്കിക്കൊണ്ടൊക്കെ പോയ വീഡിയോ കണ്ടു. പള്ളി ചെന്നപ്പോ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഈ ഫോണും പഠിച്ചിങ്ങനെ നിന്ന ആ ഒരു വിശുദ്ധി അതിന്റെ നഷ്ടപ്പെട്ടു പോകും. അത് നല്ല കാര്യാട്ടോ, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഈ ക്രൗൺ അങ്ങ് വെച്ചതോടുകൂടി ആൻസ എന്തോ കഞ്ചാവ് അടിച്ചതുപോലെയായി, ഇങ്ങനെ കിറങ്ങി പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിക്കകത്തൊക്കെ കയറി കുർബാനയൊക്കെ തുടങ്ങി കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻസുകൂട്ടം കിറങ്ങി തുടങ്ങി. എന്തൊരു പറയാനാന്ന് പറ. കുറച്ച് കഴിഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കുക, ലൈനായിട്ട് ഇങ്ങനെ നിൽക്കും. പള്ളിയുടെ രണ്ട് സൈഡിലും ബെഞ്ചും ഇട്ടിട്ടുണ്ട്. അതിന്റെ നടുക്കായിട്ട് കുട്ടികളെ ലൈനായിട്ട്, ബോയ്സ് ഏറ്റവും ഫസ്റ്റ്, ഗേൾസ് ലാസ്റ്റ്. ഓരോ കുട്ടിയുടെ അപ്പുറം ഇപ്പുറം മാതാപിതാക്കള്, അമ്മയും അച്ഛനും നിൽക്കണം. അപ്പൊ ഞാൻ ഇപ്പുറം നിൽക്കുകയാണ്, അവന്റെ ഇടത് സൈഡിലും വലത് സൈഡിലും അവന്റെ പപ്പ നിൽക്കുകയാണ്. അങ്ങനെ നിന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ എന്നോട് പറഞ്ഞു എനിക്ക് തല ഇറങ്ങാൻ പറഞ്ഞു. 6:45 നമ്മൾ പള്ളി കൊണ്ടുവിട്ട് 7:30 അത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 8 മണിയായപ്പോഴത്തേക്ക് ആൻസൂട്ടന് തല ഇറങ്ങി തുടങ്ങി. എനിക്ക് തല ഇറങ്ങുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാനോർത്ത് ഫുഡ് കഴിക്കാത്തോണ്ടാന്ന് ഓർത്തെ. പക്ഷെ ഇവൻ പറഞ്ഞു ക്രൗൺ വെച്ചിട്ടാ ആ സാധനം ഇങ്ങനെ തലയിലിരിക്കുമ്പോ എന്താ പോലെ തോന്നുവാന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അവസാനം അവനെ അവിടെ ഇരുത്തിയിട്ടോ. അപ്പൊ പാവം ഫുൾ ടൈം ഇരിപ്പായിരുന്നു. ബാക്കിയെല്ലാ പിള്ളേർ, കുറച്ച് പിള്ളേരൊക്കെ വയ്യാതെ ഇരിക്കുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ദൈവമേ ഞാൻ പ്രാർത്ഥിച്ച് കുർബാന സ്വീകരണത്തിന്റെ സമയത്തെങ്കിലും എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണി ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ച് സ്വീകരണത്തിന്റെ സമയത്തൊക്കെ അവന്റെ തലകറക്കം മാറി. പിന്നെ അടുത്ത് നിന്ന് വേറൊരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചു പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. കുർബാന കഴിക്കുന്ന കൊച്ചിന്റെ റിലേറ്റീവ് ആയിരിക്കും കേട്ടോ. അത് പോയി ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഇവനെ കുടിപ്പിച്ചു. പിന്നെ അവിടെ ഇരുത്തി. പിന്നെ ഷൂ എന്ന് പറയുമ്പോൾ പിന്നെ കാലൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും. ഞാൻ പറഞ്ഞു എടാ പെരുവിരൽ ഇങ്ങനെ അനക്കടാന്ന് പറഞ്ഞു. പെരുവിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ നല്ലതാ. അപ്പം അവൻ അനക്കാൻ പറ്റണില്ല, സോക്സും ഷൂ എല്ലാം കൂടെ ഉള്ളത് കൊണ്ട്. പിന്നെ കയ്യിലും ഈ വെള്ള ചെണ്ടും വെള്ള മെഴുകുതിരിയാ പിടിച്ചേക്കുന്നത്, തലയിലും വെള്ള പിടിപ്പിച്ചേക്കുന്നത്, ഉടുപ്പും വെള്ള ഷർട്ട്. ഇവന് ഈ വൈറ്റ് കണ്ടപ്പോഴത്തേക്ക് ആൻസൂട്ടൻ ഏതാണ്ട് ഇതായിപ്പോയേ. കസ്റ്റമേഴ്സ് വന്നേ. നമ്മുടെ സ്കൂളിൽ തൊട്ടടുത്ത് തന്നെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിള്ളേര് കയറുക, നമ്മുടെ വീഡിയോ കാണുന്ന പിള്ളേരാ. നയനാന്ന് പറഞ്ഞ പെങ്കൊച്ച് പറഞ്ഞു ഞാൻ ചേച്ചിയുടെ ഫാൻ ആണ് കേട്ടോ. അയ്യോ. അപ്പൊ ആൻസൂട്ടൻ അങ്ങനെ കയറി കഴിഞ്ഞ ഭാഗ്യത്തിന് കുർബാന ടൈം ആയപ്പോഴത്തേക്കും ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കണ സമയം വന്നപ്പോഴത്തേക്ക് പിന്നെ ആൻസിന് തല ഇറങ്ങി. അപ്പൊ ഈ വൈറ്റ് വെച്ചിട്ടാ ആന്ന് മനസ്സിലായി. പിന്നെ ആ സംഭവം സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു വൈറ്റ് ഇത് ഇതൊക്കെ മാറ്റി പിടിച്ചാൽ മതി. അത്തേക്ക് ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോയുടെ സമയമായി. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നേരത്തെ ഇവന് പിന്നെ തല വെച്ചപ്പോ തല ഇറങ്ങിയപ്പം അച്ഛന്റെ പേർക്ക് പറഞ്ഞു. അപ്പൊ ഇവനെ സിംഗിൾ ആയിട്ട് നിർത്തിയിട്ട് ഫോട്ടോ എടുത്തതിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആ കൊച്ചിന് വിഷമാവൂലേ അതിന്റെ കൂട്ടുകാരുടെ കൂടെ നിൽക്കാൻ. അപ്പൊ അത് ഓക്കെ ആവട്ടെ എന്നും പറഞ്ഞ അച്ഛൻ അവിടെ ഇരുന്നു. ആൻസൂട്ടൻ ഓക്കെ ആയി എന്നറിഞ്ഞപ്പോ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ എന്റെ മടിയിൽ ഇരുന്നോടാന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മുടെ അടപ്പൂരച്ഛൻ. അപ്പം അച്ഛൻ മുതലക്കടം പള്ളിയിൽ ഇരുന്നതാ. അങ്ങനെ അച്ഛന്റെ പേർക്ക് പറഞ്ഞു. പിന്നെ മടിയിലൊന്നും ഇരുത്തില്ല, അവൻ പുറകെ നിന്ന് തന്നെയായിട്ട് ഫോട്ടോ എടുത്ത്. ശേഷം നമ്മള് സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോ എടുക്കണല്ലോ, ആദ്യം ഇവൻ തന്നെ നിന്നിട്ട് അച്ഛന്മാരും സിസ്റ്റർമാരുടെ നടുക്ക് നിന്നിട്ട് എടുക്കുന്നതുകൊണ്ട്. പിന്നെ സിസ്റ്റർമാര് മാറി നിന്നിട്ട് അച്ഛന്മാര് ഫ്രണ്ട് ഇരുന്നിട്ട് നമ്മുടെ വികാരി അച്ഛനും കൊച്ചച്ഛനും ഇരിക്കും. ആൻസ് നടുക്ക് നിന്ന് ഞാനും ചേട്ടനത് പേരൻസ് പുറകെ നിന്ന് ആൻസിന്റെ അപ്പുറം എടുക്കുന്ന ഫോട്ടോ. 2 ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടി സിസ്റ്ററോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ കയറി ഫോട്ടോയൊക്കെ എടുത്ത്. നമ്മൾ അങ്ങനെയാണ് ഇവന്റെ ആദ്യ കുർബാന എന്ന് പറയുന്ന സംഭവത്തിലേക്കൊക്കെ അതോടെ നടന്നത്. പിന്നെന്ന് പറഞ്ഞാല് വാഗക്കാടുന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മള് വാഗക്കാട് ഞാനും ചേട്ടനും ആൻസും പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. വാഗക്കാട് തൊട്ടടുത്ത 2-3 വീട്ടിലും നമ്മൾ പറഞ്ഞു. പിന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അപ്പൊ നമ്മൾ വരുന്നുണ്ടെന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞപ്പോ മഞ്ജു അന്ന് വേറെ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ, അവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ആൻസിന് ഒരു ഉടുപ്പ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഷർട്ട്. അത് അന്ന് ആൻസിന് കൊടുത്തു. അതാണ് ആൻസിന് ആദ്യമായിട്ട് ആദ്യ കുർബാനയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പൊ അങ്ങനെ മഞ്ജു ഉടുപ്പൊക്കെ വാങ്ങി വെച്ചു. അവിടെ പോയി ജ്യൂസൊക്കെ കുടിച്ചിട്ടാ പോയ. അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞ അമ്മ അവിടെ നിന്ന് വണ്ടി വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവനിങ്ങനെ കിറങ്ങിയിരിക്കുമ്പം അമ്മ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞത്. ഇവന് ഫോട്ടോ എടുക്കാൻ പോയിട്ട് നേരെ നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു. ആൻസ് തീരെ അങ്ങ് അവശരായിപ്പോയി. തല കറങ്ങിയിട്ട് കൊച്ചിന് നിൽക്കാൻ പറ്റും. ഇങ്ങനെ മുഖവും പൊത്തി ഒരൊറ്റ കിടപ്പായിരുന്നു. അതിനുശേഷം പിന്നെ വെള്ളയെല്ലാം മാറ്റി വീട്ടിൽ വന്ന വഴി ഞാൻ വെള്ളയെല്ലാം മാറ്റിച്ച് അവനെ കളർ ഡ്രസ്സ് ഉടിയിപ്പിച്ച് അവനെ കുറച്ചു നേരം വീട്ടിൽ കയറ്റി ഇരുത്തി റെസ്റ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് ഫുഡും ജ്യൂസും ഒക്കെ കൊടുത്ത് ഓക്കെ ആക്കി വെച്ചു ആൻസിനെ. അപ്പൊ അതിനുശേഷം ആണ് അപ്പം പള്ളിയിലേക്ക് ചേട്ടന്റെ മൂത്ത ചേട്ടന് വയ്യാത്തയാണ്. അതിന്റെ വൈഫ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, പള്ളിയിലേക്ക് വന്നു. പിന്നെ അമ്മച്ചിയുടെ ഇവന്റെ തലതൊട്ടപ്പനും അമ്മച്ചിയുടെ ആങ്ങളെയാണ് കേട്ടോ, അമ്മച്ചിയുടെ ഇളയ ആങ്ങളെയാണ്.
ബാബുചാച്ചനും പൗളിയാണ്ടിയും. ബാബുചാച്ചനും സുഖമില്ല കേട്ടോ. അപ്പൊ സുഖം ഇല്ലാഞ്ഞിട്ടും ക്യാൻസർ പേഷ്യന്റ് ഇപ്പൊ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ഒത്തിരി ആയിട്ടും ഇല്ല പാവം. അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ അസുഖം ഏറ്റവും കൂടുതൽ കണ്ടറിഞ്ഞ വ്യക്തിയാ. ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖത്തിന്റെ ഭയാനകത. അമ്മച്ചിക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, ആരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷന്റെ സമയത്ത് അമ്മച്ചിയുടെ ആൾക്കാരും ബന്ധുക്കളും ആങ്ങളമാരെല്ലാം ഭാര്യമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പിന്നെ നമ്മുടെ കൂടെ നടക്കാനുള്ള സമയമില്ല. എല്ലാവർക്കും കുഞ്ഞുട്ടി പരാധീനകളൊക്കെ ഉള്ളതല്ലേ. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ആങ്ങളെ പോലും ഒന്നിനും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അമ്മച്ചിനെ കൊണ്ട് ഒറ്റയ്ക്കാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അന്ന് അപ്പ ഉള്ളത് കൊണ്ടാണ്, അപ്പയ്ക്കും വയ്യാത്തയല്ലേ, അപ്പ ഉള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അന്ന് ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒറ്റയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്ന് നമുക്ക് ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്ത് കോഴഞ്ചേരിയിൽ ഒന്നും കീമോ ഇല്ല. നമ്മൾ കോട്ടയം പോകണം. എനിക്കാണെങ്കിൽ അന്ന് ഏജും ഇല്ല. ഞാനിങ്ങനെ ദൂരയാത്രയും നടന്ന് ശീലവും ഇല്ല. 10-29 വയസ്സേ ഉള്ളൂ എനിക്കന്ന്. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് അമ്മച്ചിനെയും കൊണ്ട് നടന്നതൊക്കെ. അന്ന് കുഞ്ഞൊരു കൊച്ചുണ്ട് കയ്യിൽ, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, 10 പൈസ ചോദിക്കാൻ ആളില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ, അമ്മച്ചിക്ക് ക്യാൻസർ ആയതുകൊണ്ട്. അപ്പൊ അന്ന് നമ്മൾ സ്ഥിരം കോട്ടയം ക്യാൻസർ വാർഡിലും ക്യാൻസർ പേഷ്യൻസും കീമോയും ബഹളവും കരച്ചിലും ഇവരുടെ വേദനകളും അതെല്ലാം കണ്ട് 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 ഇതിന്റെ ഭയാനകത ഏറ്റവും കൂടുതൽ ഒരു മനസ്സിലാക്കുന്ന വ്യക്തി എനിക്ക്. അങ്ങനെ ഒരു അസുഖം വന്നു കഴിയുമ്പോഴത്തേക്കും വേറെ എന്തൊക്കെയോ അസുഖം ആയിക്കോട്ടെ, പക്ഷെ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളിൽ ഒരു പേടിയാ. ഇപ്പൊ ചാച്ചനിപ്പം അതാണ്. എന്നാലും വന്നിട്ടുണ്ടായിരുന്നു, പൗളി ആന്റിയും കൊച്ചും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പള്ളിയിൽ വന്നിട്ടോ. പിന്നെ മൂത്ത ചേച്ചീനെയും കാട്ടി അമ്മേനെയും നമ്മുടെ കാറെ കയറ്റിക്കൊണ്ടാ വീട്ടിലേക്ക് പോകുന്നത്. ചേട്ടന്റെ മൂത്ത ചേച്ചി ചേട്ടന്റെ വൈഫാണ് കേട്ടോ, ചേട്ടന്റെ വൈഫ്. അപ്പൊ അതിനുശേഷം പൗളി ആന്റി ഒക്കെ വന്നു. പിന്നെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അമ്മച്ചിയുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടന്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടന്റെ പെങ്ങള് വന്നിട്ടുണ്ടായിരുന്നു, മുള്ളരിങ്ങാട് എന്നുള്ള ചേച്ചി, പിന്നെ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരെല്ലാവരും, എനിക്ക് അത്ര ഇന്റിമേറ്റ് ആയ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ വിളിച്ച് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കടയായോണ്ടേ ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമേഴ്സ് വരും. അപ്പം ഇവിടെ സോഡ, നാരങ്ങ വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചായയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇട്ട് കൊടുക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ലേറ്റ് ആകും. പിന്നെ വീഡിയോയ്ക്ക് ലാഗിങ് ഒന്നും വരത്തില്ല, കാരണം നമ്മൾ ത്രൂ ഔട്ട് കാണുവാണ്. കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് പോകും. പക്ഷെ എനിക്ക് ലാഗിങ് വരുമ്പോ ഇതിനു മുമ്പ് ഞാൻ എന്താണ് പറഞ്ഞു നിർത്തിയെന്ന് തോന്നും. അപ്പൊ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ അവിടുന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചേച്ചി തന്നെ എല്ലാരും വന്നു, എല്ലാത്തിനും സഹകരിച്ചു. എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അങ്ങനെ ചേട്ടന്റെ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നുള്ളവര്, പിന്നെ വേറെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒത്തിരി പേര്. തൊട്ടടുത്ത വീട്ടില് ഒരു ആദ്യ കുർബാനയും ഒരു പെരകയർ താമസം ഉണ്ടായിരുന്നു. അപ്പൊ വരുന്നവർക്കൊക്കെ രണ്ടു വീടും തമ്മിൽ മാറിപ്പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പന്തലും കാര്യങ്ങളൊന്നും വീട്ടിൽ ഇട്ടില്ല കേട്ടോ. നമ്മുടെ വീടിനകത്ത് തന്നെയാണ് മേശയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഡെസ്കും ഒക്കെ എടുത്തോണ്ട് വന്ന് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ എന്താ, അങ്ങനെ ആദ്യ കുർബാന കഴിഞ്ഞ് ആകപ്പാടൊക്കെ ഇറങ്ങിപ്പോയി. അപ്പം തലേദിവസം ആണെങ്കിൽ നമ്മള് ഫ്രൈഡ് റൈസും ചിക്കനും ആണ് നമ്മള് ഫുഡ് അറേഞ്ച് ചെയ്തത്. പിന്നെ ഈ വെജ് കഴിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ കുറച്ച് ചോറും കാളനും മീൻകറിയും തോരനും അവിയലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ, വേറെ ആരും കൂടിയൊന്നുമില്ലേ. അപ്പം അത് കുറെ പേര് കഴിച്ചിട്ടോ. എന്റെ മീൻകറിക്കൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടി. അപ്പം തലേദിവസം ഉറങ്ങാൻ ഒത്തിരി ലേറ്റ് ആയി പോയായിരുന്നു. വീട് മൊത്തം ക്ലീൻ ചെയ്തു, ജനലെല്ലാം ക്ലീൻ ചെയ്ത് ഫുള്ള് നമ്മളെ ക്ലീൻ ചെയ്തു. വീടിനകത്ത് കിടന്ന കട്ടിലെല്ലാം മാറ്റി എല്ലാം സെറ്റ് ചെയ്തു നമ്മള്. പിന്നെ ഇനിയിപ്പോ കട്ടിലകത്തേക്ക് ഇനി എടുക്കുന്നില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. നമ്മൾ മൊത്തം അറേഞ്ച് ചെയ്തു. ഇനി എന്ന് വെച്ചാ ഇനിയിപ്പോ വേറെ ഒന്നുമില്ല. അങ്ങനെ വീടെല്ലാം അങ്ങനെ കുറച്ച് മാറ്റങ്ങളെല്ലാം വന്നു. പിന്നെ ബാസ്കി വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, അത്ര ആളുകളൊക്കെ വന്നിട്ടും. അവൻ നമ്മള് അടുക്കളയുടെ പുറകുവശത്തെ ഒരു തിണ്ണയുണ്ട്, ഒരു ചെറിയൊരു ഏറയം പോലെ, അങ്ങോട്ട് അവനെ മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോയും കാര്യങ്ങളും ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ മൊബൈലിൽ ഒരു ഫോട്ടോയില്, കാരണം കൊച്ച് ആകെ തല ഇറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ഫോട്ടോ എടുക്കണം എന്ന് വെച്ചാൽ നടക്കണ കാര്യമൊന്നുമല്ല. നമുക്ക് ഇമ്പോർട്ടന്റ് കൊച്ചിന്റെ ആരോഗ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അധികം ഫോട്ടോയൊന്നും എടുത്തുമില്ല. പിന്നെ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് അവന് സമ്മാനമൊക്കെ കൊടുത്തിട്ടോ. ഒരു വാച്ചൊക്കെയാ കൊടുത്തത്, ഒരു LED വാച്ച്. എന്നാ വാച്ചാണോ വന്നത്? LED യോ? LED എന്ന് പറയുന്നു, എനിക്ക് സംഭവം ഒന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾ കൂടി കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ, എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ ഒത്തിരി ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ആൻസുകുട്ടന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു നിമിഷമായിരുന്നു ഇത് കേട്ടോ. ഇപ്പം ഞങ്ങള് തന്നെയാണെങ്കിൽ പോലും ആദ്യ കുർബാന ഇപ്പൊ ഞാൻ നടത്തിയിരുന്നെങ്കിൽ പോലും ഇത്ര ഭംഗിക്കൊന്നും ഉണ്ടാവില്ല.
കൂടിപ്പോയ അവന്റെ തലതൊട്ടപ്പനെ മാത്രം വിളിക്കും. വീട്ടിൽ ഫംഗ്ഷൻ ഒന്നും വെക്കത്തില്ല. അവര് പള്ളി വരും, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഫുഡ് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയേക്കാം. ഇത്രയൊക്കെ ആയിട്ട് ഒതുങ്ങി പോകാവുന്ന ഒരു ഫംഗ്ഷൻ ഇത്രയും മനോഹരമാക്കി തന്നു. അതുപോലെ ചേട്ടന്റെ വീട്ടുകാരെല്ലാവരും അല്ലെ, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ചേട്ടന്റെ കൂടപ്പിറപ്പുകള് നമ്മുടെ ഒരു കൊച്ചായിട്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചതും, അതുപോലെ എന്റെ റിലേറ്റീവ്സും വിളിച്ച എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഞാൻ എല്ലാവരെയും മനസ്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ. കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ടവരെ മാത്രമേ നമ്മള് വിളിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പൊ എല്ലാവരും തന്നെ വന്നു. അപ്പൊ വരാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുകളൊക്കെ ഉണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ആകപ്പാടെ കുറച്ച് പേരെ, പിന്നെ എന്റെ 1-2 ഫ്രണ്ട്സിന് വരാൻ പറ്റിയില്ല. അവര് അടുത്ത ദിവസം വരാന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ പണ്ടപ്പള്ളിയിലെ ഒരു മമ്മിയും പപ്പയുണ്ട്. അവർക്കാണെങ്കിൽ അവരുടെ രണ്ടാമത്തെ മോളുടെ കൊച്ചിന്റെ ആദ്യ കുർബാന അന്നായിരുന്നു. അവൾ എന്നെ വിളിച്ച് ആദ്യ കുർബാന വിളിച്ചു, ഞാനും അങ്ങോട്ട് വിളിച്ചു. പക്ഷെ നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി പോയത് കൊണ്ട് അത് നടന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊക്കെ പോയി. അപ്പൊ ക്ലാരിറ്റി വരുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയുടെ അമ്മേനെ പോയി കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം അമ്മേനെ പോയി കണ്ടു. അമ്മ ആദ്യ കുർബാനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞാണ് അമ്മ പോയത്. ഓട്ടോ വിളിച്ചൊക്കെയാ അവിടുന്ന് വന്നത്. നമ്മളെല്ലാ തവണ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നല്ലേ ഓട്ടോയൊക്കെ വിളിച്ച. പിന്നെ അതിലൊരു കമന്റ് ഒക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യമാണ് കേട്ടോ പറഞ്ഞത്. കാരണം തെരുവിലേക്ക് ഇറക്കപ്പെട്ടവരാ ഞങ്ങള്. കാരണം പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് അനാഥരായി പോയവർ. അതുവരെ നല്ല സ്നേഹത്തിൽ ഇരുന്നിട്ട് ജോജോ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അനാഥരായി പോയവരാ ഞങ്ങള്. അപ്പം അന്നത്തെ എന്താണ്, കാലം തെളിയിച്ചു. അന്നത്തെ തെറ്റുകളും എല്ലാം കാലം തെളിയിച്ചു. കർമ്മ എന്നുള്ളതുണ്ടല്ലോ അതില്. അപ്പം അതിലൊന്നും സാരമില്ല. പിന്നെ എന്തുവാ, ഞാനൊരിക്കലും ചിലതൊന്നും നമുക്കൊരിക്കലും പൊറുക്കാൻ പറ്റും. പക്ഷെ എന്നോട് ചെയ്ത, ഞാൻ അനുഭവിച്ച കണ്ണുനീരും കാര്യങ്ങളും, അല്ലെങ്കിൽ എന്നോടും മനസ്സിനോടും ചെയ്ത ദ്രോഹങ്ങളും ഒക്കെ നമ്മൾ പൊറത്തു. പക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മറക്കോ ഇല്ല. മറന്നാ പിന്നെ ഞാനില്ല. നമ്മൾക്ക് എവിടെന്നെങ്കിലും ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വിഷമം ആരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മറക്കരുത്. മറന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ കിടിയിലേക്ക് പോയി ചാടും. അപ്പം ആരെങ്കിലും നമുക്ക് തിരിച്ചടി തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് നേരെ എന്തെങ്കിലും അമ്പ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നീട് അവരുടെ അടുത്തേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. കാരണം മനുഷ്യരാണ്, ഒരിക്കലും മാറത്തില്ല. എപ്പോഴെങ്കിലും അവരുടെ ആ ഒരു യഥാർത്ഥ സ്വഭാവം പുറത്ത് ചാടിയിരിക്കും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ്. ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കാം, പക്ഷെ മറക്കരുത്. പൊറുത്തുകൊണ്ട് ഞാനെല്ലാം മറന്നു, ഇനി നമുക്ക് വീണ്ടും അതുപോലെ ആകാം എന്ന് പറഞ്ഞു പോയാൽ വീണ്ടും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു 100% ഉറപ്പാണ്. നമുക്കൊരു തിരിച്ചടി നേരിട്ട് നമുക്ക് കരയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പാഠം പഠിച്ച് നമ്മള് വഴി മാറി സഞ്ചരിക്കാനായിട്ട് ദൈവം നമുക്കൊരു അവസരം, ഒറ്റയ്ക്കൊരു അവസരമേ തരത്തുള്ളൂ. ആ അവസരം നമ്മൾ വിനിയോഗിക്കണം. അതാണ് ഞാൻ ഇതുവരെ ചെയ്ത കാര്യം കേട്ടോ. പിന്നെ പരാതികളില്ല, പരിഭവങ്ങളില്ല, ഒരു കാര്യവും ഇല്ല, ഒന്നുമില്ല. കാരണം പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതമാണ്. നമ്മള് വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നമ്മൾ നമ്മളിലേക്ക് വരുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ മാത്രം മതി. ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്നും ഞാൻ സ്വയം എടുത്ത തീരുമാനങ്ങള്, ഞാൻ പണ്ടൊക്കെ എടുത്തുചാട്ടക്കാരിയായിരുന്നു. പെട്ടെന്ന് തീരുമാനങ്ങൾ അങ്ങ് എടുത്തു കളയും. അതിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ടില്ലെന്നല്ല. അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. കാരണം ഒന്നും പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ആലോചിച്ച് അതിന്റെ വരും വരായികകളെല്ലാം ചിന്തിച്ചു മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ എന്ന്. അതുപോലെ ഞാൻ പഠിച്ച വേറൊരു പാഠം എന്ന് പറഞ്ഞാല്, നമ്മൾ ഒരു വ്യക്തിയോട് പെരുമാറും പോലെ ആയിരിക്കില്ല നമ്മൾ രണ്ടാമതൊരാളോട് പെരുമാറുക. നമ്മൾ മൂന്നാമതൊരാളോട് പെരുമാറുന്ന വേറെ രീതിയിലായിരിക്കും. ഇപ്പൊ ഒന്നാമൻ രണ്ടാമനോട് പറയും അവൾ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെയാണ്, എന്നോട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോ ഈ രണ്ടാമനും മൂന്നാമനും അത് കേട്ട് ഓ അവൾ അങ്ങനത്തെ ആളാണല്ലേ എന്ന് വിലയിരുത്തരുത്. കാരണം ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ചായിരിക്കും അവർ ഒന്നാമനോട് പെരുമാറിയിട്ടുണ്ടാവുക. രണ്ടാമനും മൂന്നാമനോട് നല്ല പെരുമാറ്റം ആയിരിക്കാം. പക്ഷെ അങ്ങനെ വിലയിരുത്തുന്ന ഒരുപാട് ആളുകളെയും ഞാൻ സമൂഹത്തിലൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ നിന്നും പറയുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളോട് എങ്ങനെയാണോ അവര് പെരുമാറുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മളും തിരിച്ചു പെരുമാറുക എന്നുള്ള കാര്യം, അതും സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് തിരിച്ചറിവുകൾ എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ അവനവന്റെ ലൈഫ് കൈവിട്ടിട്ടുള്ള ഒരു കളിക്കും പോകാതിരിക്കുക. ലൈഫ് വെച്ചുള്ള, ജീവിതം വെച്ചുള്ള ഒരു കളിക്കും ഇറങ്ങാതിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജീവിതത്തിനാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിൽ നമ്മുടെ ജീവിതം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം.
കാരണം അവസാന കാലത്ത് നമ്മുടെ കൂടെ കാണാനായിട്ട് നമ്മുടെ ലൈഫ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ലൈഫിൽ ഭാര്യയോ ഭർത്താവോ കുട്ടികളോ ഒക്കെ ആയിരിക്കും നമുക്ക് ചുറ്റും എപ്പോഴും. ആ കാര്യം ഓർക്കുക. അവനവന്റെ ലൈഫ് വിട്ടുള്ള ഒരു കളിയിലേക്കും പോകാതിരിക്കുക. കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടാകാം ചേട്ടനെങ്കിൽ അവരൊക്കെ അവസാന കാലത്ത് എപ്പോഴും എന്റെ കൂടെ, അപ്പനും അമ്മ എന്താണെങ്കിലും നമ്മുടെ പകുതി വഴിക്ക് അവര് നമ്മളെ വിട്ടു പോകും. അപ്പൊ അത് കഴിയുമ്പോ കൂടപ്പിറപ്പുകൾ ഉണ്ടാകുമെന്ന് ഓർത്തൊക്കെ ലൈഫ് അവരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ഒരു ലൈഫ് ഉണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കി അവരും പോകും. നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ഭർത്താവ് ഭാര്യ ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അവരും ഇട്ടിട്ട് പോകുന്നവരുണ്ട്. അതൊക്കെ അപ്പോഴത്തെ സാഹചര്യങ്ങൾ പോലെ നോക്കി കാണാം. പിന്നെ നമ്മുടെ സന്തോഷങ്ങൾ ഒരിക്കലും നമ്മളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കരുത്. എപ്പോഴും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചത് ഇതൊക്കെയാണ്. ചിലപ്പം മറ്റുള്ളവരുടെ അനുഭവത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കാം, അതൊന്നും അറിയത്തില്ല. എന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആൻസ് ഇതുവരെ ഇങ്ങ് വന്നില്ല കേട്ടോ. അവൻ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നേ, ഫോണോടെ വെച്ചിട്ട് അവനോട് വന്ന അവിടെ ഭയങ്കര ഗെയിമും കളിയാ കാര്യങ്ങളാ. കുറച്ചു നേരത്തേക്ക് ഇനി മൊബൈൽ എടുത്ത് വെക്കേ, ഞാനും കുത്തിയിടുക. ബോറടിക്കുന്നുണ്ടായിരിക്കും. ഞങ്ങള് രാവിലെ വന്ന, നമ്മള് 9:30 കട തുറന്നത് തന്നെ. 4:10 ഇപ്പൊ സമയം. ബാ ഇങ്ങോട്ടാ, മൊബൈൽ എടുത്ത് വെച്ചേ. അതെ ആദ്യ കുർബാന. പിന്നെ ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യ കുർബാന ഗിഫ്റ്റ് അവന് കുറച്ചുകൂടെ ഉപകരിക്കുന്നതൊക്കെ ആയിക്കൊണ്ട് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടായിരിക്കാം. പക്ഷെ കുറെ എല്ലാം ഉടുപ്പായാലും ശരിയാവില്ല. കാരണം ഇവന് വളരുമ്പം, ഇവൻ സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കുമ്പം, ഈ ഫോട്ടോയൊക്കെ അന്നേരം പുതുപുത്തനായിട്ടൊക്കെ ഇരിക്കുമ്പം എനിക്ക് ആദ്യ കുർബാനയ്ക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഇവന് എന്റെ കുട്ടികളോട് പറയാം, അതേ പപ്പയ്ക്ക് ആദ്യ കുർബാനയ്ക്ക് കിട്ടിയ ഫോട്ടോസ് ഒക്കെയാണ് ഈ ഇരിക്കുന്നതെന്ന് പറയാം. അപ്പൊ എല്ലാത്തിലും നമ്മൾ സന്തോഷം കണ്ടെത്തണ്ടേ. അപ്പം എല്ലാം നല്ലതായിരുന്നു. ഗിഫ്റ്റുകളെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗിഫ്റ്റ് തന്നവർക്കും നമ്മുടെ അതികുർബാനയ്ക്ക് വന്ന് സഹകരിച്ചവർക്കും, പിന്നെ ആൻസോട്ടം ഭയങ്കര പൈസക്കാരനൊക്കെ ആയ സമയത്തൊക്കെ. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ഇങ്ങോട്ട് നല്ല മഴക്കാറുണ്ട്. അത് രാവിലെ മുതൽ ഇങ്ങനെ മൂടി കെട്ടിയൊക്കെ നിൽക്കുവാ. അപ്പം കറണ്ട് പോയോ? നിർത്തിയതാണോ? നിർത്തണ്ട. ഞാൻ ഈ വോയിസ് ഞാൻ അല്ലെങ്കിലും കളയാനുള്ള നോയിസ് എല്ലാം ഞാൻ ഡിലീറ്റ് ആക്കും. ആ ഫാൻ അത് നിർത്തിക്കോ. അങ്ങനെ അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊക്കെ പോകുന്നു. പിന്നെ ഇവന് ഈ വീഡിയോയിൽ കാണുമ്പോഴുള്ള ഈ ഒരു പെടപെടപ്പേ ഉള്ളൂ. നേരിട്ട് സബ്സ്ക്രൈബർ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ നാണം കുണിങ്ങി നിന്നിട്ട് ചേന വരയ്ക്കുന്ന ആൻസിനെ കണ്ടു. കൂട്ടിലാണോ? ഇതാണ്ട് താഴെ പോയി. അതെ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഭയങ്കര സന്തോഷം. എടാ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ തല ഇറങ്ങി കിറങ്ങി കിടന്നപ്പോ നിനക്കെന്ത് തോന്നി? എനിക്ക് സന്തോഷം തോന്നി. പറയടാ, സത്യം പറയടാ. നേരെ പറ. സങ്കടം. സങ്കടം. സങ്കടം എന്നാണോ പറയണ്ടേ? പറയടാ. നീ 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ടവനാ. സങ്കടം. 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 ആ സങ്കടം തോന്നിയോ? എന്നിട്ടാ കൊണ്ടുപോയി കുത്തി വെച്ചു. നടന്നു. എത്ര കുത്തി? എണ്ണിയാർന്നാ? 1 2 3 4 5. 5 6 കുത്ത് കുത്തി. ഓടെ ഇറക്കാൻ ഇപ്പഴും കൈക്ക് വേദനയാ. ഒരു ഞരമ്പം തുറന്ന് വേറെ ഞരമ്പിലേക്ക് കയറി പോയിട്ട് അവിടെ നിന്നും തുറന്നിട്ട് ചോര എന്ന് പറഞ്ഞ് ചീറ്റി. അത് കണ്ടപ്പോ ഇവര് തല ഇറങ്ങി. 2 കയ്യിൽ നിന്ന് ചോര ചീറ്റുന്ന കണ്ടപ്പോ. ബ്ലഡ് എനിക്കില്ല. അപ്പൊ അതെ എന്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങളെ ഷുഗർ കുറവുള്ളവർ അതൊക്കെ തിന്ന് ഷുഗർ ആക്കി എടുക്കുക. ഉപ്പ് കുറവുള്ളവര്, ബ്ലഡ് കുറവുള്ളവര്, അയൺ കുറവുള്ളവര്, ഇതെല്ലാവരും ഒന്ന് എല്ലാം നോക്കിയൊക്കെ കൈകാര്യം ചെയ്യണം കേട്ടോ. അപ്പം ആരും ആശുപത്രിയിലൊന്നും പോവാതിരിക്കട്ടെ. ചേട്ടന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ ഞാൻ വല്ല പഞ്ചസാര ഉപ്പൊക്കെ തിന്ന് ഞാൻ എന്റെ കാര്യം, പഞ്ചസാര കൂട്ടത്തില്ല, ഷുഗർ ആണോന്ന് അറിയില്ലതുകൊണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഞാൻ ലാബിൽ, നമ്മുടെ തൊട്ടടുത്ത് ലാബ് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അല്ലെങ്കിൽ ലാബിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഓർത്തോണ്ടിരിക്കുന്നത്. ഇപ്പം ഒന്നും ഇല്ലാന്നുള്ളൊരവസ്ഥ വന്നേക്കാണ്. അപ്പൊ അതെ നമ്മള് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ടീമിന് ഭയങ്കര സന്തോഷ. സന്തോഷിക്കാൻ ഓരോരോ കാരണങ്ങൾ. നേരെ നിക്കടാ. ഇപ്പൊ പല്ലെല്ലാം പോയാണ് ചെറുക്കന്. പല്ലെല്ലാം എടുത്തു വെക്കുകയാണോ ചെയ്യുന്നത്? താഴെ പോയത്. എന്റെ വള കണ്ടോ? ഇത് കണ്ടോ? ഇതാ പണ്ട് നമുക്ക് പള്ളി പെരുന്നാളിനൊക്കെ ഇങ്ങനത്തെ വള കിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ അല്ലല്ല കുപ്പിയാ. നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോ കണ്ടപ്പോ ചാടി വാങ്ങിച്ചു ഞാൻ. ഇത് വാങ്ങിച്ചു. ഇത് ഈ കളർ ഒറ്റ കളറാണ്. പിന്നെ ഒരു നല്ലൊരു റെഡ്, ഒരു ബ്രൗൺ റെഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തു. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയ വിശേഷം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരെ. കാണാൻ മേല. ബൈ.